മാർട്ടിന്റെ കാര്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി മാർട്ടിന്റെ അഭിഭാഷകൻ പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നത് വീണ്ടും കോടതിയിൽ പറയുകയാണ്. അത് തുടക്കത്തിലും മാർട്ടിൻ ഉന്നയിച്ച അതേ വാദഗതി തന്നെയാണ്, ഇപ്പോൾ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്നതാണ്. ഏതായാലും എന്താണ് കോടതി പറയാൻ പോകുന്നത് എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഗോപികൃഷ്ണൻ തുടരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയാനുള്ളത് ഈ ശിക്ഷാവിധിയോട് പുറത്തു വരാൻ പോകുന്നത് കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വിധി പുറപ്പെടുവിച്ച കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പാണ്. അതിലിപ്പോൾ ഏത് തരത്തിലേക്കാണ് 7 മുതൽ ഉള്ള പ്രതികൾ അവർ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്നത് അറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഒരു ഗൂഢാലോചന, ആ തലത്തിലേക്ക് ഒരു ഗൂഢാലോചന നടന്നിട്ടേയില്ല എന്നാണോ കോടതി പറയാൻ പോകുന്നത്, അതോ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണോ കോടതി പറയാൻ പോകുന്നത് എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനം? അനുജ, ഈ കേസ് നമുക്കറിയാം കഴിഞ്ഞ 8 വർഷമായി കേരളത്തിന്റെ പൊതുസമൂഹവും കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. ഇതിലെ പ്രതിസ്ഥാനത്തുള്ളവർ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വലിയ വിമർശന വിധേയമായതാണ്. സിനിമാ മേഖലയിൽ ഒന്നാകെ വലിയ ശുദ്ധീകരണത്തിനൊക്കെ ഇടവരുത്തിയ അത്തരം ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത് ഈ കേസിന്റെ തൊട്ടു പിന്നാലെയാണ്. നമുക്കറിയാം ഈ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ഏറ്റവും അധികം ചർച്ചയായത് ചലച്ചിത്ര താരം ദിലീപ് അടക്കമുള്ള മറ്റ് 4 പ്രതികൾ, ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട 4 പേർ എങ്ങനെ കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്നതാണ്. ആ കാര്യത്തിൽ വലിയ ചർച്ചകളും സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിനിടയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ തന്നെ ചേരിതിരിഞ്ഞുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നത്, അതേ തീവ്രതയിൽ തന്നെ കോടതിയുടെ തീർപ്പുണ്ടായ ശേഷവും വിധി വന്ന ശേഷവും ഈ കാര്യങ്ങൾ നടക്കുന്നു എന്നതാണ് ഈ കേസിന്റെ മറ്റൊരു സവിശേഷത. 8ാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെ മറ്റ് 3 പേർ, അതായത് 7ാം പ്രതി ചാർലി തോമസ്, 9ാം പ്രതി മേസ്തിരി സനൽ, 10ാം പ്രതി ശരത് എന്നിവർ കുറ്റവിമുക്തരാക്കപ്പെട്ട കേസാണ്. അതിൽ ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്നത് 120B എന്ന ക്രിമിനൽ ഗൂഢാലോചനയാണ്. എന്ത് കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ തെളിവുകളുടെ അഭാവം കൊണ്ടാണ് കോടതി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്, അതായത് 8ാം പ്രതി ദിലീപ് അടക്കമുള്ള മറ്റ് 4 പേരും കുറ്റവിമുക്തരാക്കപ്പെട്ട തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് എങ്ങനെയാണ് എന്ന് അറിയാനുള്ള ഒരു സമയം കൂടിയാണിത്. ഒരുപക്ഷെ ഇതിലെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ 6 പേർക്കുള്ള ശിക്ഷാവിധിക്കൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് 8ാം പ്രതിയായ ദിലീപ് അടക്കമുള്ള മറ്റ് 4 പേർ കുറ്റവിമുക്തരാക്കപ്പെട്ട സാഹചര്യം, അതിന് വ്യക്തത വരുത്തുക എന്നതുകൂടിയാണ്. അതിൽ നമുക്കറിയാം ഇവർക്ക് ഗൂഢാലോചന തെളിയിക്കാൻ എന്നത്, ഗൂഢാലോചനയുടെ കാര്യത്തിൽ 120B ക്രിമിനൽ കോൺസ്പിറസിയുടെ കാര്യത്തിൽ പൊതുവിൽ അഭിഭാഷക വൃത്തത്തിൽ പറയാറുള്ളത്, അല്ലെങ്കിൽ നിയമവിദഗ്ധർ ആവർത്തിച്ച് പറയാറുള്ള കാര്യം, ഫ്രം റൂട്ട് ടു ഫ്രൂട്ട് തെളിയിക്കാൻ കഴിയണം. ക്രിമിനൽ ഗൂഢാലോചന എന്നത് എപ്പോഴും തെളിയിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതിക്ക് പലപ്പോഴും വ്യക്തമായ തെളിവുകൾ കോടതി മുൻപാകെ ഹാജരാക്കാൻ കഴിയാറില്ല. അത്തരം സന്ദർഭങ്ങളിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ്, അതായത് സാഹചര്യ തെളിവുകൾ, അത് എത്രത്തോളം ശക്തമാണ് എന്നതാണ് കോടതി ഈ കേസിൽ ശിക്ഷ വിധിക്കാനും കുറ്റക്കാരാണെന്ന് കണ്ടെത്താനും ഉള്ള മാനദണ്ഡമായി പരിഗണിക്കാറുള്ളത് എന്നാണ് നിയമരംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രം റൂട്ട് ടു ഫ്രൂട്ട് ഒരു കുറ്റകൃത്യത്തിൽ ഗൂഢാലോചന, ഇത് നടപ്പാക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രണവും ആലോചനകളും അതിനുവേണ്ടി നടത്തിയ നീക്കങ്ങളും ഒക്കെ ഈ കുറ്റകൃത്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു, അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്ന് 1 by 1 തെളിയിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഈ കേസിൽ, അല്ലെങ്കിൽ ഗൂഢാലോചന കുറ്റത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു ഭാഗം. ആ ഘട്ടത്തിൽ ദിലീപ്, 8ാം പ്രതി ദിലീപ് അടക്കമുള്ള 4 പേർ കുറ്റവിമുക്തരാക്കപ്പെട്ടത് മതിയായ അല്ലെങ്കിൽ പര്യാപ്തമായ തെളിവുകളുടെ അഭാവം കൊണ്ടാണോ, അതല്ല ഒരു തരത്തിലും ഇതിന്റെ ഭാഗമാകുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതാണോ എന്ന് തുടങ്ങിയുള്ള സംശയങ്ങൾക്ക്, എന്ന് തുടങ്ങിയിട്ടുള്ള ദുരൂഹമായ ആ മേഖല, ആ ഇടം, അതിനെക്കുറിച്ചിട്ട് അതിലേക്ക് പ്രകാശം തെളിക്കുന്ന ഒരു വിധിപ്പകർപ്പാണ് ഇക്കാര്യത്തിൽ വരാനുള്ളത്. എന്തുകൊണ്ടാണ് 8ാം പ്രതി ദിലീപ് അടക്കമുള്ള മറ്റ് 4 പേർ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന നിലയിൽ പരിഗണിക്കപ്പെട്ടിരുന്ന 4 പേർ കുറ്റവിമുക്തരാക്കപ്പെട്ടത്? നമുക്കറിയാം, നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ അതിജീവിതയുടെ അഭിഭാഷകയായ, അവരുടെ ഒരു അഡ്വക്കേറ്റ് എയ്ഡായി നിന്നിരുന്ന അഡ്വക്കേറ്റ് ടി ബി മിനി വിധി വരുന്നതിന് തൊട്ട് മുൻപ് വരെ പറഞ്ഞത് കൃത്യമായ തെളിവുകളൊക്കെ കോടതിയിൽ, അതായത് മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടാൻ പാകത്തിലുള്ള കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ആത്മവിശ്വാസത്തിൽ മുഴുവൻ പ്രതികളും, അതായത് പൾസർ സുനി, 1ാം പ്രതി പൾസർ സുനി മുതൽ 10ാം പ്രതി ശരത്തും 8ാം പ്രതി ദിലീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടും എന്ന് കരുതുന്നു, അല്ലെങ്കിൽ അതിൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ വിധി പ്രസ്താവത്തെ കാണാൻ പോകുന്നത് എന്നാണ് വിധി വരുന്ന 8ാം തീയതി അതിജീവിതയുടെ അഭിഭാഷകയായിരുന്ന അഡ്വക്കേറ്റ് ടി ബി മിനി മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ കാര്യം നമുക്കറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.